ജിസ്മോൾക്കും കുഞ്ഞുമക്കൾക്കും നെഞ്ചുപൊട്ടി വിട ചൊല്ലി നാട്. കോട്ടയം ഏറ്റുമാനൂരിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെയും കുഞ്ഞുമക്കളുടെയും മൃതദേഹം സംസ്കരിച്ചു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടം നിറഞ്ഞു നിന്നത് കണ്ടു നിൽക്കാനാകാത്തത്ര വൈകാരികത. രക്തം കട്ടപിടിച്ച ജിസ്മോളുടെ തല, അമ്മയെയും മക്കളെയും ചാലിയാറിൽ എടുത്തെറിഞ്ഞ് ഭർത്താവ്. ജിമ്മിയുടെ വീട് കൊടും നരകം. പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ്. 2020 സെപ്റ്റംബർ 25 അഭിഭാഷകയായ ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് ഈ കുറിപ്പ്. 2019 ജിസ്മോളുടെ വിവാഹം. വിവാഹത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെയാണ് ജിസ്മോൾ കടന്നുപോയതെന്ന കുടുംബത്തിൻ്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിറത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പേരിലുള്ള കുത്തുവാക്കുകളായിരുന്നു ഏറെയും. ഇതിനിടെ ജിസ്മോളെ പലവട്ടം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതായും സഹോദരൻ ജിറ്റു പറയുന്നുണ്ട്. ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഭിഭാഷക ജിസ്മോളിൻ്റെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ജ്ഞാനായ സഭ നിയമപ്രകാരം ഭാര്യയുടെയും കുട്ടികളുടെയും മൃതദേഹം ഭർത്താവിൻ്റെ ഇടവകയിലാണ് അടക്കേണ്ടിയിരുന്നത്. എന്നാൽ ജിസ്മോളുടെ കുടുംബം കടുത്ത പ്രതിഷേധം അറിയിക്കുകയും മൃതദേഹങ്ങൾ ജിമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് അറിയിക്കുകയുമായിരുന്നു. എങ്കിലും മൃതദേഹങ്ങൾ ജിമ്മിയുടെ മാതൃ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് മൃതദേഹങ്ങൾ ജിസ്മോളുടെ നാടായ പാല പടിഞ്ഞാറ്റിക്കര പൂവത്തിങ്കലിലെ ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ സംസ്കരിച്ചു. ജിസ്മോൾ ഭർത്താവിൻ്റെ വീട്ടിൽ മാനസിക പീഡനം അനുഭവിച്ചെന്ന് ആവർത്തിച്ച് സഹോദരൻ ജിറ്റു തോമസ് രംഗത്ത് വന്നിരുന്നു. നിറത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലും അമ്മായിയമ്മ ജിസ്മോളെ പീഡിപ്പിച്ചിരുന്നു. മുൻപുണ്ടായ പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ പിതാവും സഹോദരനും പോലീസിന് മൊഴി നൽകി. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. പലതവണ ജിസ്മോളെ ഭർത്തൃവീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ജിസ്മോളുടെ സഹോദരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജിസ്മോളും കുട്ടികളും ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകി പിന്നീട് പുഴയിൽ ചാടുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.